തലമുറകളായി പല പ്രൊട്ടസ്റ്റന്റ് സഭകളും വിശ്വാസികളെ അന്ത്യകാലത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നാശത്തിന് വിധിക്കപ്പെട്ട ഈ ഭൂമി ഉപേക്ഷിച്ച് ഒരു ഉൽപ്രാപണം വഴി സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുമെന്ന് സങ്കല്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തൽഫലമായി പല വിശ്വാസികളും വിശ്വസിക്കുന്നത് അവരുടെ നിത്യഭവനം ഭൂമിയിലല്ല എന്നാണ്. എന്നാൽ ബൈബിൾ അവതരിപ്പിക്കുന്നത് അതിനോടും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. പുനഃസ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാട്. ഉപേക്ഷിക്കൽ അല്ല. സ്വർഗത്തിൽ ജീവിക്കാൻ ആളുകളെ കൊണ്ടുപോകുന്നതിനു പകരം ദൈവം ഭൂമിയെ തന്നെ പുതുക്കുമെന്നും ഏദന്റെ സൗന്ദര്യത്തിലേക്കും ഐക്യത്തിലേക്കും സമൃദ്ധിയിലേക്കും പുനഃസ്ഥാപിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഭരണത്തെ എല്ലാറ്റിൻ്റെയും പുനഃസ്ഥാപന കാലങ്ങൾ എന്നാണ് തിരുവെഴുത്ത് വിവരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ദൈവം ഉദ്ദേശിച്ച ലോകത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. പുനഃസ്ഥാപിക്കപ്പെട്ട ഈ ലോകത്തെക്കുറിച്ച് ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് വെളിപ്പെടുത്തുന്നതെന്ന് തുടർന്നുള്ള 10 എപ്പിസോഡുകൾ പരിവേഷണം ചെയ്യുന്നു. പുനഃസ്ഥാപിക്കപ്പെട്ട മരുഭൂമികൾ, പുതുക്കിയ സമുദ്രങ്ങൾ, സന്തുലിത കാലാവസ്ഥ, സമൃദ്ധമായ ഭക്ഷണം, സമാധാനപരമായ മൃഗങ്ങൾ, അഭിവൃദ്ധി പ്രാപിക്കുന്ന നഗരങ്ങൾ, സന്തോഷകരമായ ജീവിതശൈലികൾ, സാർവത്രിക ആരോഗ്യം. ഇവ സ്വർഗത്തിൻ്റെ വിവരണങ്ങളല്ല. അവ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ കീഴിലുള്ള ഭൂമിയുടെ വിവരണങ്ങളാണ്. അവിടെ ദൈവജനം ജീവിക്കുകയും വളരുകയും പ്രവർത്തിക്കുകയും സന്തോഷിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ലോകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിന് പകരം ഭൂമിയെ ഉപേക്ഷിക്കാതെ വീണ്ടെടുക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ പുനഃസ്ഥാപനത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ തൻ്റെ ജനം ഇവിടെ തുടരുക എന്നതാണ്. ഭൂമി തന്നെ ഒരിക്കൽ ഉപേക്ഷിക്കപ്പെടാനാണ് എങ്കിൽ പിന്നെ ഈ മുഴുവൻ സൃഷ്ടിക്കും വീണ്ടെടുപ്പ് വേണ്ടത് എന്തിനാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവരാജ്യം സ്വർഗാധിഷ്ഠിതമായ ഒരു വിരമിക്കൽ പദ്ധതിയല്ല. എന്നാൽ അത് രൂപാന്തരപ്പെട്ട ഭൂമിയിൽ സ്ഥാപിതമായ ദൈവത്തിൻ്റെ ഗവൺമെൻറ്റാണ്. ഭരണം എന്നത് സ്വർഗത്തിലെ ശരീരമില്ലാത്ത നിലനിൽപ്പിനെയല്ല, മറിച്ച് സ്ഥാനം, അധികാരം, ഭരണം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. പാരമ്പര്യമായി ലഭിച്ച അനുമാനങ്ങൾ മാറ്റിവെച്ച് തിരുവെഴുത്ത് തന്നെ പ്രഖ്യാപിക്കുന്ന സത്യത്തെ പുതുതായി കേൾക്കാൻ ഈ പരമ്പര നിങ്ങളെ ക്ഷണിക്കുന്നു. രക്ഷപ്പെടലല്ല, തിരിച്ചുവരവാണ്. ഉപേക്ഷിക്കലല്ല, പുതുക്കലാണ്. ഇത് വിശ്വാസികളെ എടുത്തുയർത്തി ദുഷ്ടരെയും ദുഷ്ടതയെയും ചായയ്ക്ക് ശേഷം ഒഴിഞ്ഞ ബിസ്ക്കറ്റ് പാക്കറ്റ് പോലെ വിട്ടുപോകുന്ന ഒരു ദൈവിക ഒഴിപ്പിക്കൽ പദ്ധതിയല്ല. ദൈവം തൻ്റെ സൃഷ്ടിയെ ഉപേക്ഷിക്കുന്നില്ല, അവിടുന്ന് അതിനെ പുനഃസ്ഥാപിക്കുകയാണ്.